തളപതി വിജയ് നായകനായ ജനനായകൻ സിനിമയിലെ ഉള്ള ഒളിച്ച ഉയിരെ എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്കവാറും കരയിപ്പിക്കും വാളിയ. ഉള്ള ഒളിച്ച ഉയിരെ, സിംഗർ മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ, ലിറിക്സ് വിവേക്. വിവേക് ഒരു കിടിലൻ ലിറിക്സിസ്റ്റ് ആണ്. നിരോധ് ഈ പാട്ട് തിയേറ്ററിൽ വരുമ്പോ കൺഫേം ഇമോഷൻ ആകും. എന്നിട്ട് ആ വോയിസ് ഇതിൽ തീരും എല്ലാവരും. ക്ലൈമാക്സിൽ വന്ന പാട്ടായിരുന്നു ഇന്നത്തെ മക്കൾ മനസ്സ്. ഓ, അത് ഇടക്കിടക്ക് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ക്ലൈമാക്സിൽ വരാനുള്ള പാട്ടായിരിക്കും. ആൻഡ് ഇത് ആ ഒരു സിനിമയുടെ ലാസ്റ്റ് ടൈമിൽ, അതൊരു ജനുവരി ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ കുറച്ച് മുമ്പായിട്ടുണ്ട് ഈ സോങ് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെവിൻ തന്നെയാണ് ഒരു ചെറിയ ഗ്ലിംസിൽ. അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഇമോഷനായി. കാരണം ആ ഒരു പാട്ടിന്റെ ആ ഒരു ഡെപ്ത് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് പടം, ലാസ്റ്റ് FDFS, ലാസ്റ്റ് ടൈം, ഇനി ഒരു പടം ഇല്ല, ഇനി ഒരു പാട്ടില്ല. ആ ഒരു സമയത്താണ് അതിനകത്ത് ഇങ്ങനെ പാടിയത്. അപ്പൊ ആ സിറ്റുവേഷനിലെല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. ഉള്ള ഒളിച്ച ഉയിര്, ഇനി നമ്മളുടെ അടുത്തില്ല, മക്കൾ അറസൻ, മക്കൾ മന്നൻ, ഇനി ഇപ്പോ ഇല്ല, പോകുന്ന സിനിമയിലില്ല. ആ ഒരു സിറ്റുവേഷനൊക്കെ വലിയ രീതിയിൽ തരണം ചെയ്ത് ഇപ്പോ ഈ ഒരു ഇന്നത്തെ ജൂലൈ 23 എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോ ഇന്നൊരു ഫസ്റ്റ് ഷോയും കൂടെ കഴിയുമ്പോ അദ്ദേഹത്തിന് ആ ഒരു യാത്ര, ആ ഒരു ജേണി തീരെയാണ് ഇവിടെ. അനിരുദ്ധിക്കാണ് കാര്യം ചെയ്യും. ആ വിവേകിന്റെ ലിറിക്സ് തളപതിയുടെയും റീസെന്റ് ലാസ്റ്റ് പടങ്ങളിലെ എല്ലാ പാട്ടിലും, ഹിറ്റ് പാട്ടിലും എല്ലാത്തിലും വിവേകിന്റെ ലിറിക്സ് ആണ്. അപ്പൊ സർക്കാർ ആവട്ടെ, ബിഗിലാവട്ടെ, നെർസലാവട്ടെ, അതിന്റെ ബെസ്റ്റ് ഹിറ്റിനുണ്ട് ഈ പടത്തിന്. മ്യൂസിക് ഒക്കെ അമ്മാതിരി ഫീൽ ആവുന്നു. ഒരു സ്ലോ സിറ്റുവേഷൻ അനിരുദ്ധ ഒരു പെയിൻഫുൾ. ലിറിക്സ് കണ്ടു കേട്ടാ. എന്ത് ലിറിക്സ് ഇതിന്റെയൊക്കെ രക്ഷയില്ല. സിംഹാസനം തനിയാ കിടക്കും. ഓ, ഈ ലിറിക്സ് ഉന്നെ രസിച്ച കൂട്ട ഇപ്പൊ തനിയാ കിടക്ക. അത് സത്യം. തിയേറ്ററിൽ വരുമ്പം തീരും, അതോടെ എല്ലാരും തീരും. കാരണം ആ ഒരു വിജയ് ഫാൻ എന്നൊരു നിലയിലും വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ആ ഒരു ലിറിക്സ്, ഉന്നെ രസിച്ച കൂട്ടം തനിയാ കിടക്ക, ഇനി ആ രസിച്ച കൂട്ടത്തിന്റെ ആ ഒരു നായകൻ സിനിമയിലില്ല. ആ നായകന്റെ ഒരു സിനിമ വരില്ല. ആ നായകന്റെ ഒരു സിനിമയിലെ പാട്ട് വരില്ല. സിനിമയിലെ ടൈറ്റിൽ കാർഡ് വരില്ല. ടൈറ്റിൽ വരില്ല. ട്രെയിലറോ ടീസറോ ഒന്നും വരില്ല. ഈവൻ പുതിയ സിനിമയുടെ അപ്ഡേറ്റോ ഒന്നും വരില്ല. എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ആ ലിറിക്സ്. ആൻഡ് വിവേക് അത് നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്. എന്താവും പാടുന്നത്?
പിന്നെ അവസാനം നിങ്ങൾ ആനന്ദ് എല്ലാവരെയും കരയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരു ഓരോ സോങ് ആയിട്ട് ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് ഇനി ലാസ്റ്റ് സോങ്ങുകളാണ് ഇതൊക്കെ, ഇനിയില്ല. ഉള്ള വിളിച്ച ഉയരെ സിംഗർ മ്യൂസിക് ആൻഡ് രവിചന്ദർ ലിറിക്സ് വിവേക്. അപ്പൊ അത്ര തന്നെ കഴിഞ്ഞ ആ ഒരു സിനിമാ ജീവിതം കഴിഞ്ഞു. ആ സിനിമ ഇനിയില്ല, പാട്ടില്ല, ട്രെയിലർ ഇല്ല, ടീസർ ഇല്ല, ടൈറ്റിൽ ഇല്ല, മൂവി അപ്ഡേറ്റ്സ് ഇല്ല, കഴിഞ്ഞു. ഈ ഒരു പാട്ട് അതാണ്, എല്ലാം തീർന്ന്. നിന്നെ രസിച്ച കൂട്ട ഇപ്പൊ ഒറ്റയ്ക്കായി. കാരണം ആ രസിച്ച ആ നായകൻ ഇനി നായകന്റെ സിനിമയില്ല. ഇനി എന്ത് പറയണമെന്നും എനിക്കറിയില്ല. ലാസ്റ്റ് സിനിമ, ലാസ്റ്റ് FDFS, ലാസ്റ്റ് പാട്ട്, ഓരോ പാട്ട് റിലീസ് ചെയ്യുമ്പോഴും ലാസ്റ്റ് പാട്ട്, ലാസ്റ്റ് പാട്ട്, ഇനി ഇല്ല ഇല്ല എന്നുള്ളൊരു തോന്നല. അത്രയും തന്നെ കഴിഞ്ഞ്, കാര്യം കഴിഞ്ഞ്. ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനുവരി 9 റിലീസ് ചെയ്യേണ്ട പടം 6 മാസങ്ങൾക്ക് ഇപ്പുറം ജൂലൈ 23 റിലീസ് ചെയ്യുന്നു. US സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട പടം അവസാനം AI സർട്ടിഫിക്കറ്റിലേക്ക് വരുന്നു. എപ്പോഴേ റിലീസ് ചെയ്യേണ്ട പടം തളപതി വിജയായിട്ട് റിലീസ് ചെയ്യേണ്ട പടം ഇപ്പൊ റിലീസായി. CM വിജയായിട്ട് റിലീസാവുന്നു. പുതിയ ടൈറ്റിൽ കാർഡ് വരുന്നു. ഉള്ള വിളിച്ച ഉയിര്, മനസ്സിന്റെ അകത്തുള്ള ആ ഒരു ഉയിര് നമ്മളിൽ നിന്ന് മാറി പോവുകയാണ്. ഇനി ഞാൻ വരില്ല. തളപതി ചെറിയ വീഡിയോ ഗ്ലിംസിലൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഇനി വരൂല. നിനക്കറിയാലോ, തമിഴിൽ പറയല്ലേ, ഞാൻ ഇനി വരമാട്ടെ, ഞാൻ ഇനി വരൂല, ഞാൻ പോവുകയാണ്, തിരുമ്പി വരമാട്ടെ. അത് തന്നെയാണ്, പോയി. ഇനി തിരിച്ചു വരുമെന്നില്ല, അത് തീർച്ചയായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാം. പുള്ളി തമിഴ്നാട്ടിലെ CM ആണ്. അപ്പം തിരക്കാണ്, മക്കൾക്ക് വേണ്ടി ഇറങ്ങിയായി. പിന്നെ ഈ ഇതിലേക്കുള്ള ഒരു തിരിച്ചു വരവ്, ഇതിലോട്ടുള്ള ഒരു തിരിഞ്ഞോട്ടമൊന്നും ഇല്ല. ഉള്ള ഒളിച്ച ഉയിര് പോയെന്ന് വേണം പറയാൻ.